Namaste. Welcome to S for Science. Never let your fear decide your future. With this thought, let's start today. This is part 5 of our physics chapter, electricity. Today, we are going to learn about heating effects of electric current. We know that in an electric circuit, for the steady flow of electric current, we need a potential difference across the ends of the circuit. This potential difference is developed here by an external source of energy. What is that external source of energy? It is the battery or the cell. So, cell or the battery provides the external source of energy for developing the potential difference across the ends of the wire so that we can have the steady flow of current through the circuit. Now let us see how this battery is providing the energy and the energy is utilized for developing the potential difference with the help of a flow chart. ഒരു സർക്യൂട്ടിൽ സ്റ്റഡി ഫ്ലോ ഓഫ് കറന്റിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യമേ ഒരു സോഴ്സ് ഓഫ് എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു സോഴ്സ് ഓഫ് എനർജി. ഇവിടുത്തെ സോഴ്സ് ഓഫ് എനർജി എന്താണ്? ഇവിടുത്തെ സോഴ്സ് ഓഫ് എനർജി ബാറ്ററിയാണ് അല്ലേ? ബാറ്ററിയോ അല്ലെങ്കിൽ സെല്ലോ. ഒരു സർക്യൂട്ടിലാണെങ്കിൽ ബാറ്ററി ഓർ സെൽ എന്ന് നമുക്ക് പറയാം. ഇനി ഈ സോഴ്സ് ഓഫ് എനർജിയിൽ നിന്നും ആദ്യമേ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് കിട്ടും അല്ലേ? ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് കറണ്ട് കിട്ടാനായിട്ട് ഈ സോഴ്സ് ഓഫ് എനർജി എന്തെങ്കിലും ബാറ്ററിയിൽ എന്താണ് നടക്കുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഒരു കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഇവിടെ ആക്ച്വലി എന്തുണ്ടാവുന്നത്? കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് നമുക്കിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിപ്പം ഷോർട്ടായിട്ടാണ് പറയുന്നത്. അപ്പം അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ, അറിയണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് കണ്ടാൽ മതിയാവും. അപ്പോൾ ഇവിടെ ഈ ബാറ്ററിയിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻസ് കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമായിട്ട് പറയാൻ പറ്റും. അപ്പം കെമിക്കൽ റിയാക്ഷൻസ് കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു എനർജി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? കെമിക്കൽ എനർജിയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം കെമിക്കൽ റിയാക്ഷൻസ് കാരണം കെമിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? സോ ഹിയർ ദ സോഴ്സ് ഓഫ് എനർജി ഈസ് ബാറ്ററി ഓർ ദ സെൽ and the reaction taking place in this battery produces chemical energy, and this chemical energy is used to develop potential difference across the ends of the circuit, and due to this potential difference electric current is produced, or there is a steady flow of electric current throughout the circuit. Now where does this energy goes? Let us see. This energy is used as useful work. That means, for example, for rotating the blades of a fan. That is the useful work done here. Now some of the energy is used to heat up, that is to raise the temperature of the device, that is heating up of the device. So we can say the energy is used for doing some useful work and for heating up the device. This is in the case of a conductor. So in a conductor, it allows the electric current to flow through it. Now let us assume the circuit as purely resistive. Okay, resistive. That means you know that resistive conductor or circuit will not allow electric current to flow through it. So in a electric circuit which is resistive, there will be no useful work. No useful work. So this energy supplied to this resistive circuit will be used to heating up or the raising the temperature of the device. That is, the total energy is
converted into heat energy, or the total energy supplied to the resistive electric circuit is dissipated as heat energy, and this is known as heating effect of electric current. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്? ഇവിടെ ബാറ്ററിക്കുള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് കെമിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കെമിക്കൽ എനർജി കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം അവിടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിന് കാരണം ആരാണ്? ഈ എനർജിയാണ്. അപ്പോൾ ഈ എനർജിയാണ് അവിടെ ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസ്ഫുൾ വർക്കായിട്ട് ഡൈവേർട്ട് ചെയ്യുന്നത്. അവിടെ യൂസ്ഫുൾ വർക്കും നടക്കുന്നുണ്ട്, കുറച്ച് എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ റെഫ്രിജറേറ്റർ ഉണ്ട് അല്ലേ? നമ്മൾ റെഫ്രിജറേറ്റർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഫുഡൊക്കെ ഫ്രീസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ തണുപ്പിച്ച് വെക്കാൻ വേണ്ടിയാണ് അല്ലേ? തണുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ റെഫ്രിജറേറ്ററിൻ്റെ മുകളിൽ നമ്മൾ ഒന്ന് തൊട്ട് നോക്കിയാൽ, ആ മെറ്റലിൽ നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ നേരിയ ചൂട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പം ഏതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് എടുത്താലും ആ ഒരു നേരിയ ചൂട് അതിലുണ്ടാവും. അപ്പോൾ ഈ കെമിക്കൽ എനർജി ടോട്ടലി എന്താവുന്നില്ല? യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ആവുന്നില്ല. കുറച്ച് എനർജി ഹീറ്റ് എനർജി ആയിട്ട് അതിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനർജി ഒരു നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എനർജി കുറച്ച് യൂസ്ഫുൾ വർക്കായിട്ടും കുറച്ച് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ എടുക്കുന്ന ഒരു ഇലക്ട്രിക് സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് ആണെന്ന് ഇരുന്നിട്ട്, റെസിസ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഡസൻറ്റ് അലൗ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് അല്ലേ? അപ്പം പ്യുവർലി റെസിസ്റ്റീവ് ആവുമ്പോൾ അവിടെ നോ യൂസ്ഫുൾ വർക്ക് ഈസ് ഡൺ അല്ലേ? അവിടെ വർക്ക് നടക്കുന്നതേ ഇല്ല, കാരണം ഇലക്ട്രിക് ഫ്ലോ നടക്കുന്നില്ല അല്ലേ? അപ്പം വർക്ക് ഒന്നും നടക്കുന്നില്ല. പിന്നെ ഈ എനർജി എന്തായി മാറും? ആ എനർജി എന്താണ്? ആ ഒരു ഡിവൈസിനെ ഹീറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദ എനർജി ഈസ് ഡെസിപ്പിറ്റേറ്റഡ് ആസ് ഹീറ്റ് എനർജി. ദിസ് ഈസ് നോൺ ആസ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് താഴെ വലിയൊരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഫ്ലോ ചാർട്ട് രീതിയിൽ നിങ്ങൾ വരച്ച് അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ്. ഓക്കെ, ഹൗ ഈസ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഒക്കേഴ്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്. സിമ്പിളാണ്, 2-3 വട്ടം ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് നിങ്ങൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഫ്ലോ ചാർട്ട് വരച്ച് ഒന്ന് പഠിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് ഇവിടെ പവറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇവിടെ എനർജിയാണ് നമ്മളിവിടെ വർക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്താണെന്നൊന്ന് നോക്കാം. നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞിരുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ എൻഡ് ഓഫ് ദ സർക്യൂട്ട് ടു ദ അതർ എൻഡ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു വർക്ക് ഡൺ എന്ന് പറയുന്നത് V into Q ആണ് അല്ലേ? V into Q, because there develops a potential difference when a charge is moved from one end to other end, when a unit charge is moved from one end to another end അല്ലേ? അപ്പോൾ ഇവിടുത്തെ പവർ സോഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ സോഴ്സിൻ്റെ പവർ എന്ന് പറയുന്നത് എന്തിനാണ്? വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം അല്ലേ? കാരണം ആ യൂണിറ്റ് ടൈമിലാണ് ഇത്രയും ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്താണ്? VQ അല്ലേ? VQ by T. കാരണം എന്താണ്? ഇവിടെ ഈ വർക്ക് ഡൺ ചെയ്തത് എന്തിനു വേണ്ടിയാണ് നമ്മൾ വർക്ക് ഡൺ നടത്തിയത്? ഒരു യൂണിറ്റ് ചാർജിനെ ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പം അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടെ ഡെവലപ്പ് ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസും ചാർജും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പം VQ by T, that is V into Q by T, that is V into I. അപ്പോൾ ഇതാണ് ആ ഒരു സോഴ്സ് അവിടെ സപ്ലൈ ചെയ്ത പവർ. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഇലക്ട്രിക് ഫ്ലോ ഒരു സർക്യൂട്ടിലൂടെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എനർജി സോഴ്സ് ഇത്രയും പവറാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്, അതായത് P is equal to VI. Okay, so the energy source should supply some energy in order to maintain the steady flow of electric current through the electric circuit. So this power is that is the power supplied to the electric circuit is P is equal to VI. In a purely resistive circuit, there is no work done. The total energy is dissipated as heat energy.
So we can say the total work done or the work done is equal to heat energy developed in that circuit, which is equal to V into Q, because when we supply some energy, there develops a potential difference and a charge is flowing through that circuit in order to maintain the flow of current. That is why heat energy is equal to V into Q. This is the first equation. Now, heat energy can be expressed in terms of current. That is, we know that Q is equal to I into T. This is the second equation. That is, when energy is supplied to the circuit, there develops a potential difference and a current flows through it for the time T. That is the significance of this equation. That is, H is equal to VIT. Now, let us apply Ohm's law. Okay, by applying Ohm's law, we will convert this V into I into R. Okay, we will convert the V into I into R. So our equation becomes I square RT. Okay, I square RT. H is equal to I square RT. This is the third equation, and this is the most important equation. Why? Because this is Joule's law of heating effect. Okay, what does Joule's law of heating effect says? Heat energy is equal to I square RT. So Joule's law of heating effect states that the heat produced in a resistor is directly proportional to the square of the current flowing through it for a given resistance. Okay, for a given resistance, it will never change. That is, the heat energy produced will be directly proportional to the square of the current flowing through it, and it is also proportional to the resistance of the resistor. That is, for a given current, the heat energy developed is directly proportional to the resistance. Now, heat energy is also proportional to the time for which the current flows. So we can say heat energy is equal to I square RT, and this is Joule's law of heating effect. It states that heat energy is directly proportional to the square of the current flowing through a resistor for a given resistance, and heat energy is also directly proportional to the resistance for a given current, and heat energy is also directly proportional to the time for which the current flows through the resistor. So this is Joule's law of heating effect. അപ്പോൾ മനസ്സിലായല്ലോ? അതായത് ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ഡൺ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ വർക്ക് ഡൺ ചെയ്യുന്ന ആ ഒരു എനർജി കൂടി എന്തായിട്ട് മാറുന്നു? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അപ്പം W ഈസ് ഈക്വൽ ടു H. W എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ് ഇവിടെ. അപ്പോൾ അത് ഹീറ്റ് എനർജി ആയിട്ട് മാറി. അപ്പോൾ ഹീറ്റ് എനർജി ഈസ് ഈക്വൽ ടു V into Q, where V is the potential difference developed across the ends of the circuit, and Q is the charge flowing through the circuit. അപ്പോൾ H is equal to VQ. ഇനി നമുക്ക് Qനെ ഐയുടെ ടേംസിൽ, അതായത് കറണ്ടിൻ്റെ ടേംസിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ H is equal to V into IT. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് എന്താണ്? IT ആണ് അല്ലേ? അപ്പം ഇവിടെ എന്തായി? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡും കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്ററും പിന്നെ ഫോർ ദ ടൈം T. അത്രയാണ് ഈ ഒരു ഹീറ്റ് എനർജി ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഇത് ഇക്വേഷൻ 2. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വി എ ചേഞ്ച് ചെയ്ത് ഐ ആറിന് എഴുതാൻ പറ്റും. അപ്പോൾ H is equal to IR IT, IR into IT. That is H is equal to I square RT. അപ്പോൾ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ്. This is Joule's law of heating effect. അപ്പോൾ ഇവിടെ എന്താണ് Joule's law of heating effect എന്താണ് പറയുന്നത്? It states that
heat energy developed across a resistor is directly proportional to the square of current flowing through the resistor for a given resistance. അതുപോലെ തന്നെ the heat energy developed is directly proportional to the resistance for a given current, and heat energy is directly proportional to the time for which the current flows through the resistor. ഇതിനെയാണ് നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഇരിക്കുക. അതായത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് എന്താണ്, അതിൻ്റെ ഈ 3 ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് 3 നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഈ 3 ഇക്വേഷൻസും പഠിച്ചു വെച്ചേക്കുക. അതിൽ ഒന്നെന്ന് പറയുന്നത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് എന്തായാലും ബൈ ഹാർട്ട് ചെയ്തേ പറ്റും. അപ്പം ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് പഠിക്കുന്ന സമയത്ത് ഇതാണ് ജൂൾസ് ലോ കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ജൂൾസ് ലോ പറയേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതി വെച്ചിട്ട് പഠിക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സെൻറ്റൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് ഇവിടെ എഴുതിയാൽ മാത്രം മതിയാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്ത് മീൻസ് ഒരു ജൂൾസ് ലോ സ്റ്റേറ്റ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതിയാൽ മതിയാവും. ഫുൾ മാർക്കും കിട്ടും. ഇൻ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് that is when we connect an electrical appliance to a non-voltage, first of all we calculate I, that is using the equation I is equal to V by R. So after that only we connect that appliance to the non-voltage source. നമ്മൾ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് എത്രയാണെന്നുള്ള വോൾട്ടേജ് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിലൂടെ കടന്നു പോകുന്ന ഐ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു V by R എന്നുള്ള ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഐ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ആ ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് നമ്മളത് കണക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ ഒരു ഇപ്പം ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ സിറ്റുവേഷനിലുള്ള കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചങ്ങ് പോവുള്ളൂ. ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ ഈ ഹീറ്റിംഗ് ഇഫക്റ്റ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. Now we know that the generation of heat energy is an inevitable consequence of electric current. So let us see in which devices this Joule's effect are used. First one is electric kettle. You all know what is electric kettle, isn't it? Electric kettle. Second one is electric heater. Electric heater. And third one is electric oven. Fourth one is electric laundry iron or simply iron box or iron box. Now fifth one is electric toaster. In electric toaster, that is bread toaster, we use this Joule's effect. So other than these appliances, we have to learn about bulb and fuse, in which we can apply the Joule's heating effect. So let us first learn about bulb. In bulb we use filament, that you know, isn't it? We use filament. A filament should retain as much as temperature as possible so that it become hot and emit light. So this is the first property that a filament should have. Okay, now the second, that is it should become hot and emit light. So it should retain that much temperature. So, and the second one is that it should not melt. Okay, it should not melt at high temperature. So in bulb we usually use tungsten. Okay, tungsten. Why we use tungsten? Because its melting point is 3380 degrees Celsius. Okay, so its melting point is 3380 degrees Celsius. So it will withstand that much heat and it will emit light. Not all the energy given to the tungsten is converted into light. A small part of energy is converted into light and other is used for increasing the temperature. അപ്പോൾ ഇവിടെ ബൾബിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ബൾബിൽ ഒരു ഫിലമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം.
അപ്പോൾ ആ ഫിലമെന്റിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം അല്ലേ. ഫിലമെന്റ് നമ്മൾ എത്ര ഹീറ്റ് ചെയ്താലും എന്താണ്, അത് മെൽറ്റ് ആവാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ അങ്ങനെ ഹീറ്റായി അത് നന്നായിട്ട് അങ്ങ് ഹോട്ടായി കഴിയുമ്പോഴാണ് അത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പം അത്രത്തോളം അത് ഹീറ്റ് ആവണം. അപ്പം ടങ്സ്റ്റണ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളത്. For prolonged life of filament, it should be thermally isolated. Okay, thermally isolated, and it is done. That is, thermal isolation is done by filling the bulb with chemically inactive argon and nitrogen gas. Okay, chemically inactive argon and nitrogen gas. So thermal isolation of filament is done with the help of chemically inactive argon and nitrogen gas. So about filament, you have to first remember two properties. That is, the filament should retain the temperature as much as possible so that it become hot and emit light. Second one is, it should never melt at high temperature. So tungsten is the best filament that we can use in a bulb because its melting point is 3380 degrees Celsius. ടങ്സ്റ്റൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഫിലമെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണെന്ന് പറഞ്ഞു. ഇനി ഈ ടങ്സ്റ്റന്റെ ലൈഫ് കൂട്ടാൻ, അല്ലെങ്കിൽ ഈ യൂസ് ചെയ്യുന്ന ഫിലമെന്റിന്റെ ലൈഫ് കൂട്ടാനായിട്ട് നമ്മളതിനെ തെർമലി ഐസൊലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് തെർമലി ഐസൊലേറ്റ് ചെയ്യുന്നത്? ബൾബിനുള്ളിൽ നമ്മൾ കെമിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ആർഗൺ ഗ്യാസോ അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസോ ഫില്ല് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് തെർമലി ഐസൊലേറ്റഡ് ആകും. അപ്പോൾ നമുക്ക് കുറേ നാൾ ആ ഒരു ഫിലമെന്റ് യൂസ് ചെയ്ത് നമുക്ക് ആ ബൾബ് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഫിലമെന്റിന് കൊടുക്കുന്ന പവർ അത് ഹീറ്റ് എനർജി ആയിട്ടും ലൈറ്റ് എനർജി ആയിട്ടുമാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഹീറ്റ് എനർജിയാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്, ലൈറ്റ് എനർജി വളരെ കുറച്ച് മാത്രമേ അതിൽ നിന്ന് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, നമ്മൾ പണ്ട് യൂസ് ചെയ്തത്, ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ LED ലൈറ്റ്സ് ഒക്കെയാണ്. എന്നിരുന്നാലും പണ്ടത്തെ ബൾബ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ബൾബ് നമ്മളൊന്ന് ഓൺ ചെയ്ത് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ അത് നല്ല ചൂടായിരിക്കും, നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റൂല. അപ്പോൾ അവിടെ എന്താണ്, ഈ ഹീറ്റ് എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ പവർ കൺസ്യൂം ചെയ്തിട്ട് അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ലൈറ്റ് എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ബൾബിനെ പറ്റി മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫ്യൂസിനെ പറ്റി നോക്കാം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഫ്യൂസ്. Now the next appliance that we have to learn in which application of Joule's effect is used is fuse. Okay, fuse. It is used in electric circuit. Why we use a fuse in an electric circuit? It protects the electric circuit and the appliances by stopping the flow of high current through it. Okay, when a high current passes through the electric circuit, this fuse will melt down. Okay, the fuse will melt and it will cut down or stop the flow of electric current to the other appliances, and it prevents the damage of electrical appliances. In a fuse, there are 3 things that we have to remember. First one is, it should be connected in series. Okay, second one, the metal strip. Okay, the metal strip used in a fuse should have an appropriate melting point. It should not be too high. Okay, now third one is that this metal strip should be encased in a porcelain cartridge, a cartridge made up of porcelain. So these 3 things we should remember. So first one is, it should be connected in series. Second one is, the metal with an appropriate melting point has to be used as fuse, and this metal should be encased in a porcelain cartridge. ഒരു ഫ്യൂസ് നമ്മളൊരു സർക്യൂട്ടിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ഫ്യൂസ് ഒരു കറണ്ടിൻ്റെ ഓവർഫ്ലോ നടക്കുന്ന സമയത്ത് അവിടെ വെച്ച്, അതായത് ആ ഒരു കറണ്ട് ഓവർഫ്ലോ ആയിട്ട് വരുന്നു, അപ്പോൾ അത് അപ്ലയൻസസിനെ ഡാമേജ് ചെയ്യുമെന്ന് കാണുമ്പോൾ ഫ്യൂസ് എന്ത് ചെയ്യും? സ്വയം മെൽറ്റ് ആകും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു ഇലക്ട്രിക് ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ ഫ്യൂസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണ്? ഫസ്റ്റ് തന്നെ അത് സീരീസിൽ വേണം കണക്ട് ചെയ്യാനായിട്ട്. സെക്കൻഡ്, അതൊരു മെറ്റൽ ആയിരിക്കണം. അതായത് മെറ്റൽ മാത്രം ആയാൽ പോരാ, അപ്രോപ്രിയേറ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു മെറ്റൽ ആയിരിക്കണം. അതായത് ഒരുപാട് ഹൈ മെൽറ്റിംഗ് പോയിന്റ് പാടില്ല. കറണ്ട് ഫ്ലോ നടക്കുന്ന സമയത്ത് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഹീറ്റ് എനർജി കൂടുതലായി പോയി കഴിഞ്ഞാൽ, അതായത് ഹൈ ഫ്ലോ ഓഫ് കറണ്ട് നടന്നു നടക്കും,
അത് ആ സമയത്ത് ഇത് മെൽറ്റ് ആവണം. അങ്ങനത്തെ ഒരു മെറ്റലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ കോപ്പറോ അലൂമിനിയോ ഒക്കെ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റൽ. പിന്നെന്താണ്, ഈ മെറ്റലിനെ നമ്മൾ ഒരു പോഴ്സലൻ കേസ് അല്ലെങ്കിൽ കാട്രിഡ്ജിനകത്ത് വേണം നമ്മൾ എൻകേസ് ചെയ്ത് വെക്കാൻ. കാരണം നമ്മളല്ലാത്ത സമയത്തൊന്ന് പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു പോഴ്സലൻ കാട്രിഡ്ജിനകത്ത് അതിനെ എൻകേസ് ചെയ്തെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് കയറ്റി വെക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്യൂസിനെ പറ്റി അറിയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂസിൽ നമ്മൾ മെറ്റലാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെറ്റൽ സീരീസിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലോ ലാർജ് എമൗണ്ടിൽ വരുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ടെമ്പറേച്ചർ കാരണം ഈ മെറ്റൽ മെൽറ്റ് ആകും. മെൽറ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ വെച്ച് ഈ ഇലക്ട്രിക് ഫ്ലോ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോ അവിടെ വെച്ച് സ്റ്റോപ്പ് ആകും. അപ്പോൾ അത് ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെ ഡാമേജ് ചെയ്യാതെ രക്ഷിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഫ്യൂസിൽ യൂസ് ചെയ്യുന്നത് മെറ്റലാണെന്ന് പഠിച്ചു, അത് സീരീസ് കണക്ഷനിലാണെന്നും നമ്മൾ പഠിച്ചു. നമ്മുടെ വീട്ടിൽ ഒരുപാട് അപ്ലയൻസസ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഓവൻ മുതൽ ചെറിയ ട്യൂബ് അല്ലെങ്കിൽ ബൾബ് വരെയുള്ള അപ്ലയൻസസ് ഇങ്ങനെ ഉണ്ട്. അപ്പം ഇതിന് ഓരോന്നിനും വേണ്ടത് ഡിഫറെൻറ്റ് കറണ്ടാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പം നമ്മൾ ഈ ഫ്യൂസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് കാണാം, ഒരു ബോർഡിനകത്ത് ഇങ്ങനെ ഫ്യൂസ് വെച്ചേക്കുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾ ഫ്യൂസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രിക് കറണ്ട് കൂടുതൽ വേണ്ട അപ്ലയൻസസിന് സെപ്പറേറ്റ് ഫ്യൂസ് കൊടുക്കാറുണ്ട്. കാരണം അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ഇച്ചിരി കൂടി തിക്നെസ് കൂട്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ എന്താണ്, ഇലക്ട്രിക് ഫ്ലോ നടന്നാലും ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്താലും അത് പെട്ടെന്ന് മെൽറ്റ് ആവത്തില്ല. അതൊട്ട് ഈ ഒരു എക്യുപ്മെന്റിനെ ഡാമേജ് ചെയ്യത്തുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എല്ലായിടത്തും ഒരേപോലത്തെ ഒരു ഫ്യൂസിന്റെ റേറ്റിംഗ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്യൂസ് റേറ്റിംഗ് ടെക്സ്റ്റ് ബുക്കിനകത്തില്ല, എന്നിരുന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഫ്യൂസ് റേറ്റിംഗ്. ഇത് പ്രോബ്ലത്തിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഫ്യൂസ് റേറ്റിംഗ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഫ്യൂസ് റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് കറണ്ട് റിക്വയർഡ് ടു ബ്ലോ ദ ഫ്യൂസ്. അതായത് എത്ര എമൗണ്ട്, കൂടുതൽ എമൗണ്ട് ഓഫ് കറണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഫ്യൂസ് റേറ്റിംഗിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് ഓഫ് കറണ്ട് ആണ് അതിലൂടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഫ്യൂസ് മെൽറ്റ് ആകും. അവിടെ വെച്ച് ആ കറണ്ട് സപ്ലൈ സ്റ്റോപ്പ് ആകും. ഇപ്പം മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ഈ ഫ്യൂസ് റേറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത്? അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രിക് ഓവന് നമുക്ക് വേണ്ട ഒരു ഫ്യൂസ് റേറ്റിംഗ് ഉണ്ട്. അതായത് ഒരു എമൗണ്ട് ഓഫ് കറണ്ട് ഇലക്ട്രിക് ഓവൻ്റെ വർക്കിങ്ങിന് നമുക്ക് വേണം. അപ്പോൾ ആ എമൗണ്ട് ഓഫ് കറണ്ടിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളിവിടെ ഫ്യൂസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കറണ്ട് വന്നാൽ മാത്രമേ ആ ഒരു ഫ്യൂസ് മെൽറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് കറണ്ട് നീഡഡ് ടു ബ്ലോ ദ ഫ്യൂസ്. അപ്പോൾ ഓരോ എക്യുപ്മെന്റ് വൈസ് ആണ് ഈ ഫ്യൂസ് നമ്മൾ റേറ്റ് ചെയ്യുന്നതും ഈ ഫ്യൂസ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്ത് നമ്മൾ ആ ഫ്യൂസ് ബോക്സിൽ വെക്കുന്നതും. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഫ്യൂസിന്റെ ആ ബോക്സ് കണ്ടിട്ട് ഇതെന്തിനു വേണ്ടിയാണ് ഇത്രയും ഫ്യൂസ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല കേട്ടോ. ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു അയൺ ബോക്സിന് 1000 വാട്ട് പവർ ആണ് കൺസ്യൂം ചെയ്യുന്നത്. നമ്മുടെ ഒരു അയൺ ബോക്സ് 1000 വാട്ട് പവർ ആണ് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് വോൾട്ടേജ് സപ്ലൈ ഉള്ളത് 220 വോൾട്ട് ആണ്. വോൾട്ടേജ് സപ്ലൈ 220 വോൾട്ട് ആണ്. അപ്പം നമുക്ക് പവർ അറിയാം, പവർ എന്ന് പറയുന്നത് 1000 വാട്ടാന്ന് അറിയാം. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് V എന്ന് പറയുന്നത് 220 വോൾട്ട് ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് കറണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് എങ്ങനെയാണ്, P/V, ദാറ്റ് ഈസ് 1000 ഡിവൈഡഡ് ബൈ 220. അപ്പം നമുക്ക് കിട്ടുന്നത് 4.5 ആംപിയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. കറണ്ടിന്റെ വാല്യൂ നമുക്ക് 4.5 ആംപിയർ എന്ന് കിട്ടും. അപ്പം നമ്മുടെ ഫ്യൂസ് റേറ്റിംഗ് എങ്ങനെയായിരിക്കണം, നമ്മുടെ ഫ്യൂസ് റേറ്റിംഗ് 5 ആംപിയറിന്റെ ആയിരിക്കണം. അതായത് 5 ആംപിയർ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇത് മെൽറ്റ് ആവണം. അല്ലാണ്ട് 4.5 പാസ് ചെയ്താൽ മെൽറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, അയൺ ബോക്സ് വർക്ക് ചെയ്യും. ഇവിടുത്തെ ഫ്യൂസ് റേറ്റിംഗ് എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്, 5 ആംപിയർ. അതായത് ഇവിടെ കറണ്ട് 4.5 ആംപിയർ ആണ് നമുക്ക് ഒരു ഇലക്ട്രിക് അയൺ ബോക്സ് യൂസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂസ് റേറ്റിംഗ് എങ്ങനെയായിരിക്കണം, 5 ആംപിയറിന്റെ ആയിരിക്കണം. അപ്പം നമ്മൾ ഫ്യൂസിനകത്ത് മെറ്റൽ എങ്ങനെയാണ് 5 ആംപിയർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മെറ്റൽ ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മളവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ 5 ആംപിയർ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കറണ്ട് വരുന്ന സമയത്ത് ഈ മെറ്റൽ മെൽറ്റ് ആകും. അങ്ങനെ അവിടെ വെച്ച് ഫ്ലോ ഓഫ് കറണ്ട് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ആ അപ്ലയൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. അപ്പോൾ ഫ്യൂസ് നല്ല ക്ലിയർ ആയല്ലോ.
ഫ്യൂസ് നമ്മൾ എപ്പോഴും ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ യൂസ് ചെയ്യണം, അത് ഒരു മസ്റ്റാണ്. അവിടെയും നമ്മൾ ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സർക്യൂട്ടിൽ ഓവർഫ്ലോ ഓഫ് കറണ്ട് വരുന്ന സമയത്ത് ഓവർ ഹീറ്റിംഗ് നടക്കും. ആ ഓവർ ഹീറ്റിംഗ് കാരണം എന്ത് സംഭവിക്കും? ആ ഒരു മെറ്റൽ, അതായത് ആ ഒരു ഫ്യൂസ് അവിടെ വെച്ച് മെൽറ്റ് ആകും. മെൽറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഫ്ലോ ഓഫ് കറണ്ടിനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അത് അപ്ലയൻസസിൻ്റെയും സർക്യൂട്ടിൻ്റെയൊക്കെ ഡാമേജിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇലക്ട്രിക് പവറിനെ കുറിച്ചാണ് ഇനി അടുത്ത പോർഷൻ, ലാസ്റ്റ് പോർഷനാണ് ഇലക്ട്രിക് പവർ. അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. സോ വാട്ട് ഈസ് പവർ? പവർ ഈസ് ദ energy dissipated or consumed in an electric circuit. So we can say P is equal to V into I. Now applying Ohm's law, we will get P is equal to IR into I, that is I square R. So P is equal to I square R. Again, if we change I here, we will get P is equal to V square by R by applying Ohm's law. So we can write power in terms of V and I, in terms of I square and R, and in terms of V and R. So we can express power in terms of potential difference and electric current, in terms of electric current and resistance, in terms of potential difference and resistance. So the SI unit of power is watt. Okay, W-A-T-T, watt. So we can define 1 watt. Okay, 1 watt as the power consumed by a device which carries a current of 1 ampere when operated at a potential difference of 1 volt. Okay, it is 1 watt can be defined as the power consumed by a device which carries a current of 1 ampere when operated at a potential difference of 1 volt. So SI unit is watt, but other unit is volt ampere or ampere watt. Now the larger unit of power is kilowatt. Now let us convert the power consumed in terms of work done. We know that power is equal to W by T. Okay, W by T. Therefore W is equal to power into T. So here W is the heat energy produced. So heat energy consumed. Actually heat energy consumed. So heat energy consumed is equal to power into time. So its unit is watt hour. Okay, watt hour. Its unit is watt hour. The energy consumed, heat energy consumed is watt hour. So the energy consumed here is watt hour. Okay, the SI unit of energy consumed is watt hour. So how can we define 1 watt hour? It is the energy consumed when 1 watt of power is consumed in 1 hour. Okay, when 1 watt is consumed in 1 hour, then we can say the energy consumed is 1 watt hour. Now the commercial unit of energy consumed is kilowatt hour. Okay, kilowatt hour. The commercial unit of energy consumption is kilowatt hour. This is equal to 1 unit. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് നമ്മൾ യൂണിറ്റ് വൈസ് ആണ്, യൂണിറ്റിന്റെ ബേസിസ് ആണ്. അപ്പം 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 1 kilowatt hour. So in order to calculate how much energy is consumed here, let us convert this kilowatt hour into joule. Okay, let us convert this into joule. 1 kilowatt hour ne joule ആക്കുന്ന ഒരു കൺവേർഷൻ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം. Now 1 kilowatt hour is equal to 1 kilowatt is 1000 watt into hour. By changing hour into seconds, we will get 3600 seconds into 3600 seconds. That is we will get 3.6 into 10 raised to 6 watt second. And watt second is joule. 3.6 into 10 raised to 6
Joule. So 1 kilowatt hour is 1 unit. That is the commercial unit of energy consumption is kilowatt hour. So it is 1 unit. And when we convert 1 kilowatt hour into joule, we will get it as 1 kilowatt hour is equal to 3.6 into 10 raised to 6 joule. That is the energy consumed when we consume 1 unit. Okay, when we consume 1 unit, that means we consume 3.6 into 10 raised to 6 joule of energy. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് പറയുന്നത് എന്താണ്? 3.6 into 10 raised to 6 ജൂൾ എനർജിയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് പഠിച്ചു. നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണെന്ന്. H is directly proportional to I square, H is directly proportional to resistance, H is directly proportional to time. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് എഴുതിയെടുക്കണം, അതങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു, ബൾബിൻ്റെയും ഫ്യൂസിൻ്റെയും കാര്യം. അപ്പം അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോണം. പിന്നെ നമ്മൾ പവർ കൺസംഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഏത് രീതിയിലാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് എത്ര, അതായത് ഒരു യൂണിറ്റ് നമ്മുടെ വീടുകളിലൊക്കെ നോർമലി യൂസ് ചെയ്യുന്ന യൂണിറ്റിലാണ്. അപ്പോൾ ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തു എന്ന് പറയുന്നത് എത്ര ജൂൾ ഓഫ് എനർജി ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് 3.6 into 10 raised to 6 ജൂൾ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ന്യൂമറിക്കൽസ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിനോടൊപ്പം എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ബൈ ബൈ.